സുഹൃത്തെ, വർഷങ്ങൾക്ക് മുൻപേ 1986 ഒരു വോയിസ് മെസ്സേജ് പുറത്തിറക്കി. അത് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിച്ചു. ആ വോയിസ് മെസ്സേജ് കുറച്ച് ദിവസം അവർ മുടങ്ങാതെ കേൾക്കുക മാത്രമാണ് ചെയ്തത്. ഏൾ നൈറ്റിംഗേൽസിൻ്റെ ദി സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്, വിചിത്രമായ രഹസ്യലേഖനം. എൻ്റെ ഈ പ്രിയ സുഹൃത്തും മുടങ്ങാതെ കുറച്ച് ദിവസം ഇത് കേട്ടാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് ഇങ്ങനെയായിരുന്നു. ഞാൻ നിങ്ങളോട് ഏറ്റവും വിചിത്രമായ ഒരു രഹസ്യം പറയാം. അന്തരിച്ച നോബൽ സമ്മാന ജേതാവ് ഡോക്ടർ ആൽബർട്ടിനോട് ഒരു റിപ്പോർട്ടർ ഇങ്ങനെ ചോദിച്ചു: ഡോക്ടർ, ഇന്നത്തെ ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഡോക്ടർ ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു: ആളുകൾ ആരും ചിന്തിക്കുന്നില്ല. നാം ഇന്ന് ജീവിക്കുന്നത് ഏറെ അവസരങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശി കാത്തിരുന്നതും കഠിനാധ്വാനം ചെയ്തതും എല്ലാം ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സമ്പന്നമായ യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ധാരാളം അവസരങ്ങളുണ്ട്. നമുക്ക് 25 വയസ്സിൽ ജീവിതം തുടങ്ങിയ 100 ആളുകളുടെ ഉദാഹരണം എടുക്കാം. 65 വയസ്സാകുമ്പോൾ അവർ എവിടെ എത്തിച്ചേരുന്നുവെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ 100 പേർ എല്ലാവരും തങ്ങൾ വിജയിക്കണമെന്ന് വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ ജീവിച്ചവരാണ്. നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് 100 പേരോടും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉണ്ട് എന്ന മറുപടി ആയിരിക്കും എല്ലാവരും തരിക. ജീവിതത്തോടുള്ള ആകാംക്ഷ നമുക്ക് അവരിൽ കാണാൻ സാധിക്കും. എന്നാൽ ജീവിതം ഒരു സാഹസികതയല്ല എന്ന് പിന്നീട് അവർ മനസ്സിലാക്കുന്നു. 65 വയസ്സാകുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുക? 100 പേരിൽ ഒരാൾ സമ്പന്നനും 4 പേർ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരും മറ്റുള്ളവർ ഇപ്പോഴും ജോലിയെടുത്ത് ജീവിക്കുന്നവരുമായിരിക്കും. ബാക്കിയുള്ളവരുടെ ജീവിതം തകർച്ചയിലുമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് 5 പേർ മാത്രം രക്ഷപ്പെട്ടത്? 25 വയസ്സിൽ അവർക്കുണ്ടായിരുന്ന കണ്ണുകളിലെ തിളക്കം എവിടെ പോയി? അവരുടെ ഭാവി പദ്ധതികൾക്ക് എന്ത് സംഭവിച്ചു? അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, അവരുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടാൻ അവർക്ക് കഴിയാതെ പോയത്? 100 പേരിൽ 5 പേരാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ വിജയിച്ചത്. വിജയം നേടി എന്ന് പറയുമ്പോൾ എന്താണ് വിജയമെന്ന് നിർവചിക്കേണ്ടതുണ്ട്. എനിക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഏറ്റവും മികച്ച നിർവചനം എന്ന് പറയുന്നത് സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് വർത്ത്ലി ഐഡിയൽ. അതായത് വിജയം എന്നത് യോഗ്യമായ ലക്ഷ്യത്തിൻ്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. എന്നാൽ ജീവിതം ഒരു സാഹസികത അല്ല എന്ന് പിന്നീട് അവർക്ക് ബോധ്യമാകുന്നു. 65 വയസ്സാകുമ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? 100 പേരിൽ ഒരാൾ സമ്പന്നനും 4 പേർ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരും മറ്റുള്ളവർ ഇപ്പോഴും ജോലിയെടുത്ത് ജീവിക്കുന്നവരുമായിരിക്കും. ബാക്കിയുള്ളവരുടെ ജീവിതം തകർച്ചയിലുമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? 5 പേർ മാത്രം എന്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത്? 25 വയസ്സിൽ അവരുടെ കണ്ണുകളിലുണ്ടായിരുന്ന തിളക്കം എവിടെയാണ് നഷ്ടപ്പെട്ടത്? അവരുടെ ഭാവി പദ്ധതികൾക്ക് എന്താണ് സംഭവിച്ചത്? അവർ ചെയ്യാൻ ഉദ്ദേശിച്ചതും അവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും എന്താണ് സംഭവിച്ചത്? ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് നേടാൻ കഴിയാത്തത്? 100 പേരിൽ 5 പേരാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ വിജയിച്ചത്. ഇവിടെ വിജയം എന്നത് നേടി എന്ന് പറയുമ്പോൾ എന്താണ് വിജയം എന്ന് നിർവചിക്കേണ്ടതില്ലേ? ഉണ്ട്. എന്താണ് വിജയം?
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നാം മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഉത്തരം. അതായത് നാം ജീവിത വിജയം കൈവരിക്കാത്ത ആളുകളെ മാതൃകയാക്കുന്നു എന്നത് തന്നെ. സമൂഹത്തിൽ വിജയം നേടാത്ത 95% ആളുകളോട് നാം താരതമ്യപ്പെടുത്തി ജീവിക്കുന്നു. ഇങ്ങനെയുള്ള താരതമ്യം എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരം അവർക്ക് തന്നെ അറിയില്ല. ആളുകളുടെ വിചാരം അവരുടെ ജീവിതം നിയന്ത്രിക്കുന്നത് സാഹചര്യങ്ങളാണ്, പുറത്തു നിന്നുള്ള ശക്തികളാണ് എന്നൊക്കെയാണ്. ഒരിക്കൽ ജോലിയുള്ള ആളുകളോട് നിങ്ങൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. എല്ലാവരും ജോലിക്ക് പോകുന്നു, ഞാനും പോകുന്നു. അപ്പോൾ അതാണ് കാര്യം. എല്ലാവരും ചെയ്യുന്നത് ഞാനും ചെയ്യുന്നു. ഇനി വിജയത്തിൻ്റെ മാതൃക എന്താണ് എന്ന് നോക്കിയാൽ ഉചിതമായ മാർഗം തിരഞ്ഞെടുത്താൽ വിജയിക്കും. ഞാനിങ്ങനെ ആയിത്തീരുമെന്ന് പറയുന്ന വ്യക്തിയും വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തിയും തമ്മിൽ നോക്കിയാൽ ആരാണ് വിജയി? വിജയത്തിന് വേണ്ടി പ്രയത്നിച്ച് കാര്യം നേടുന്ന വ്യക്തി തന്നെയാണ് വിജയി. ഇനി ആരാണ് വിജയി എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ അധ്യാപകൻ വിജയിയാണ്. കാരണം അയാൾ ആഗ്രഹിച്ച് നേടിയതാണ് ആ ജോലി. അതിഷ്ടത്തോടെ ചെയ്യുകയും ചെയ്യുന്നു. ഭാര്യയും അമ്മയുമായ ഒരുവൾ വിജയിയാണ്. കാരണം അവൾ അത് ഭംഗിയായി നിർവഹിക്കുന്നു. ഇനി സ്വന്തമായി ഒരു സംരംഭം തുടങ്ങിയ സംരംഭകനും വിജയിയാണ്. കാരണം അതയാളുടെ ഏറെക്കാലമായിരുന്ന സ്വപ്നമായിരുന്നു. ഇനി തൻ്റെ സ്ഥാപനത്തിലെ മികച്ച സെയിൽസ് പേഴ്സൺ ആകാൻ ആഗ്രഹിച്ച് ആ ഗോളിലേക്ക് നീങ്ങുന്ന സെയിൽസ്മാനും വിജയിയാണ്. ഇനി മുൻകൂട്ടി തീരുമാനിച്ച ജോലി ചെയ്യുന്നയാളും വിജയിയാണ്. കാരണം അതായിരുന്നു അവർ ചെയ്യാനായി തീരുമാനിച്ചത്. പക്ഷേ 20 പേരിൽ ഒരാൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ ലോകത്ത് മത്സരം എന്ന ഒരു കാര്യം തന്നെ ഇല്ല. മത്സരിക്കുന്നതിന് പകരം നമ്മൾ